ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൊട്ടി ജീവിതം തന്നെ മടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ അങ്കിള് അങ്ങേരുടെ പഴഞ്ചൻ ബുക്ക് ഷോപ്പ് നോക്കാനായി വിളിച്ചാൽ എങ്ങനെയിരിക്കും? നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ തക്കക്കോ എന്ന 25 വയസ്സുള്ള ജാപ്പനീസ് പെൺകുട്ടിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവൾ നൽകിയ യെസ് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ആ കഥയാണ് സത്തോഷി യാഗിസാവയുടെ ഡേയ്സ് അറ്റ് ദ മൊറിസാക്കി ബുക്ക് ഷോപ്പിൽ പറയുന്നത്. അത് തന്നെയാണ് ഞാനിന്ന് നിങ്ങളോടും പറയാൻ പോകുന്നത്. ഇതൊരു ബുക്ക് റിവ്യൂ എന്നതിലുപരി ആ ഒരു പുസ്തകത്തിലെ പ്രധാന കഥയും അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്നത് തന്നെ നമ്മുടെ കഥാനായിക തക്കക്കോയുടെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഹിദയ്ക്ക് താൻ കല്യാണം കഴിക്കാൻ പോകുവാണെന്ന് പറയുമ്പോഴാണ്. അപ്പോഴാണ് ഇത്രയും നാൾ ഒരു നേരം പോക്കിന് വേണ്ടി മാത്രമാണ് തന്നെ അയാൾ സ്നേഹിച്ചിരുന്നതെന്ന് തക്കക്കോ മനസ്സിലാക്കുന്നത്. അതിൽ ദേഷ്യവും നിരാശയും വിഷാദവും തോന്നുന്ന തക്കക്കോ ജോലി രാജിവെച്ച് ഒരു ഉൾവലിഞ്ഞ ജീവിതം നയിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് തക്കക്കോയുടെ അങ്കിൾ സത്തോരു വിളിച്ചിട്ട് അയാളുടെ ബുക്ക് ഷോപ്പിന് മുകളിലുള്ള മുറിയിൽ അവൾക്ക് താമസിക്കാമെന്നും പകരം അങ്കിൾ ഇല്ലാത്ത സമയങ്ങളിൽ ബുക്ക് ഷോപ്പ് ഒന്ന് നോക്കി സഹായിക്കണമെന്നും പറയുന്നത്. സത്യത്തിൽ തക്കക്കോയെ അവളുടെ ആ വലിയ ഹാർട്ട് ബ്രേക്കിനെ രക്ഷിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ബുക്ക് ഷോപ്പിൽ സ്റ്റേ ചെയ്യാൻ വിളിച്ചതിലൂടെ അങ്കിൾ ഉദ്ദേശിക്കുന്നത്. അത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചെറുപ്പത്തിൽ അവർ തമ്മിൽ വളരെ നല്ലൊരു ബന്ധത്തിലായിരുന്നെങ്കിലും മുതിർന്നതിന് ശേഷം അവൾ ഒരിക്കൽ പോലും അങ്കിളിനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. മനസ്സോടെയാണെങ്കിലും അവൾ അവിടേക്ക് പോവുകയാണ്. ടോക്കിയോയിലെ തന്നെ ഏറ്റവും ഫേമസ് ബുക്ക് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ജിംബോച്ചോയിലെ ഇടതിങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ് മൊറിസാക്കി ബുക്ക് ഷോപ്പ്. ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും ബുക്ക് ഷോപ്പുകൾ തന്നെയാണ്. എങ്കിലും ഓരോ കടയിലും വിറ്റിരുന്നത് ഓരോ തരം പുസ്തകങ്ങളായിരുന്നു. എല്ലാവരോടും നന്നായി സംസാരിച്ച് നടക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരാളായിരുന്നു അവളുടെ അങ്കിൾ സത്തോരു. എങ്കിൽ പോലും തക്കക്കോ അങ്കിളുമായി കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ആദ്യമൊക്കെ രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങി സമയം കളയുമെങ്കിലും പതിയെ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് തക്കക്കോ കടക്കുകയാണ്. അത് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. ബ്രേക്കപ്പിന്റെ വിഷമം അവൾ മറക്കുകയും അങ്കിളുമായിട്ട് വളരെ നല്ലൊരു ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ സത്തോരുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ഭാര്യയായിട്ടുള്ള മൊമോക്കോ വർഷങ്ങൾക്ക് മുമ്പ് പോയിരുന്നു. ആ വിഷമം ഇപ്പോഴും അങ്കിളിനുണ്ടെന്ന് തക്കക്കോ മനസ്സിലാക്കുന്നു. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ജീവിതത്തിലേക്ക് മുൻകാമുകനായിട്ടുള്ള ഹിദയ്ക്ക് വരുന്നത്. ഹിദയ്ക്ക് തന്നെ ചതിച്ച കാര്യം സത്തോരുവിനോട് തക്കക്കോ പറയുമ്പോൾ അയാൾ അവളെയും കൊണ്ട് അവൻ അടുത്തേക്ക് പോകുന്നുണ്ട്. തക്കക്കോയോട് മാപ്പ് പറയാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഹിദയ്ക്ക് അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും സ്വന്തം മനസ്സിനുള്ളിലെ ദേഷ്യവും നിരാശയും തക്കക്കോ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ മനസ്സിൽ വലിയൊരു ഭാരം അവൾക്ക് ഇറക്കി വയ്ക്കാൻ കഴിയുന്നു. പിന്നീട് നല്ലൊരു ജോലി കിട്ടി തക്കക്കോ ആ ബുക്ക് ഷോപ്പിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ട്. എന്നാൽ കൃത്യം 1 വർഷത്തിന് ശേഷം സത്തോരുവിന്റെ മുൻ ഭാര്യ മൊമോക്കോ വീണ്ടും അയാളുടെ ജീവിതത്തിലേക്ക് യാതൊന്നും പറയാതെ കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് പോയതെന്ന് മൊമോക്കോയും ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി എന്താണ് കാരണമെന്ന് സത്തോരുവും ചോദിക്കുന്നില്ല. പകരം തക്കക്കോയോട് കാരണം അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരാനാണ് അങ്കിള് പറയുന്നത്. തക്കക്കോയും മൊമോക്കോയും പിന്നീട് വളരെ നല്ലൊരു ബന്ധം ഉണ്ടാവുന്നുണ്ട്. തനിക്ക് പിറക്കാതെ പോയൊരു മകളെ പോലെയൊക്കെയാണ് മൊമോക്കോ അവളെ കാണുന്നത്. പിന്നീട് ഒരു ട്രിപ്പിന് പോകാനായിട്ട് മൊമോക്കോ അവളെ ക്ഷണിക്കുന്നു. അപ്പോഴാണ് തനിക്ക് ക്യാൻസർ ആണെന്നും അവർ മരിക്കുന്ന സമയത്ത് സത്തോരു വിഷമിക്കുന്നത് കാണാതിരിക്കാനും വേണ്ടിയാണ് താൻ വർഷങ്ങൾക്ക് മുമ്പ് ഒളിച്ചോടി പോയതെന്ന് അവളോട് വെളിപ്പെടുത്തുന്നുണ്ട്. ആരോടും പറയരുതെന്ന് സത്യം ചെയ്യിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി അങ്കിളിനെ ഉപേക്ഷിച്ച് അവർ പോകുമ്പോൾ തക്കക്കോ ഈ സത്യങ്ങളെല്ലാം തന്നെ അങ്കിളിനോട് വെളിപ്പെടുത്തുന്നു. അങ്ങനെ മൊമോക്കോയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഇടയിൽ അവൾ സ്ഥിരമായി പോകുന്ന കഫേയിൽ വെച്ച് തക്കക്കോ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നുണ്ട്. അയാൾ മൊറിസാക്കി ബുക്ക് ഷോപ്പിലേക്ക് സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു. വാദ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനുമായി വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് തന്നെ ഉപേക്ഷിച്ചു പോയ കാമുകിയെ പ്രതീക്ഷിച്ചാണ് വാദ ഇന്നും ആ കഫേയിലേക്ക് വരുന്നത് എന്ന് അവൾ മനസ്സിലാക്കുന്നത്. അത് കേൾക്കുമ്പോൾ വിഷമവും നിരാശയും എല്ലാം തോന്നി തക്കക്കോ ആ കഫേയിലേക്ക് പോകുന്നത് നിർത്തുന്നു. എന്നാൽ കുറെ നാളുകൾക്ക് ശേഷം തിരികെ അവിടേക്ക് വരുമ്പോൾ താൻ മറന്നു വെച്ച പുസ്തകവും കൊണ്ട് വാദ അവളെ കാത്തിരിക്കുകയാണെന്ന വിവരം അവൾ അറിയുന്നു. മനസ്സിലെ വിഷമങ്ങളെല്ലാം മറന്നു തുടങ്ങിയ വാദ തക്കക്കോയോട് പുസ്തകം തിരിച്ചു നൽകാൻ മാത്രമല്ല അവളെ വീണ്ടും കാണാനും സംസാരിക്കാനും കൂടി വേണ്ടിയാണ് ദിവസവും അവിടെ വന്ന് കാത്തിരിക്കാറുള്ളതെന്ന് തക്കക്കോയോട് പറയുന്നു. പിന്നീട് അവൾ വാദയുമായി റിലേഷൻഷിപ്പിലാവുന്നതും സത്തോരുവിനും മൊമോക്കോയുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നതും കാണിച്ചാണ് നോവൽ അവസാനിക്കുന്നത്.
സത്യത്തിൽ പുസ്തകത്തിന് ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരുതരം ഹാപ്പിനെസ്സുമാണ് നോവലിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഹാർട്ട് ബ്രേക്കിനെ കുറിച്ചും ഹീലിങ്ങിനെ കുറിച്ചും പറഞ്ഞതോടൊപ്പം തന്നെ നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പുകളുടെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഇതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയ ഒരാളാണെങ്കിലും ബ്രേക്കപ്പ് ആവാൻ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഇനി ബ്രേക്കപ്പ് ആവണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളാണെങ്കിലും ഈ പുസ്തകം ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും.